ആനയ്ക്ക് ആദ്യം മയക്കുവെടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയ്ക്ക് ആദ്യ ഒരു മയക്കുവെടി വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ആനുണ്ടെങ്കിൽ പോലും ആദ്യ മയക്കുവെടി ആനയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഇപ്പോൾ തൊട്ട് മുൻപ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സമയത്താണ് ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകിയിരിക്കുന്നത്. ആദ്യ മയക്കുവെടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ, അതായത് ഈ ആനയെ പിടികൂടി കൊണ്ടുവരാൻ കഴിയും, ആദ്യ മയക്കുവെടി ആനയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അല്പസമയത്തുള്ളത്, അതായത് മയക്കുവെടി വെച്ചിരിക്കുന്നു. വളരെ നിർണായകമായ ഒരു നീക്കം വനംവകുപ്പ് തൊട്ടടുത്ത് ആരുണ്ടെങ്കിൽ പോലും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അരുൺ സക്കരി സംഘം എത്തിയതിന് പിന്നാലെ തന്നെ ആദ്യ വെടി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ഡോസുകൾ ആന നൽകേണ്ടതുണ്ട്. ആന ഇനി അവിടെ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തുനിന്നും വലിയ ദൂരമൊന്നും ആന സഞ്ചരിക്കാനുള്ള സാധ്യതയില്ല. കാരണം മയക്കുവെടി ഏറ്റ സ്ഥിതിക്ക് ഇനി ആന അവിടെ തന്നെ നിലയുറപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ദൗത്യത്തിലെ വളരെ നിർണായകമായ കാര്യം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ആനയ്ക്ക് മയക്കുവെടി, ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന അവിടെ അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനി അധികം നീങ്ങാനുള്ള സാധ്യതയില്ല. അഖിൽ, അപ്പോൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആന ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടോ, അത് ദൂരേക്ക് പോയോ? ആന അടുത്തു തന്നെ ഉണ്ട്, പക്ഷെ അതൊരു പ്രതിസന്ധി ആവില്ല. അതായത് ആനയെ വിരട്ടാൻ കഴിയുമെന്ന് തന്നെയാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ആനയ്ക്ക് എന്തായാലും ആനയെ വിരട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചത്. അത് കാരണം സ്വാഭാവികമായും കുങ്കിയാനകളുണ്ട്, മറ്റാളുണ്ട്. ഈ ആനയ്ക്ക് മയക്കുവെടി ഏറ്റ് കഴിഞ്ഞാൽ ആനയ്ക്ക് പിന്നീട് അധിക ദൂരമൊന്നും സഞ്ചരിക്കാനും കഴിയില്ല. സ്വാഭാവികമായും ആന അവിടെ തന്നെ നിലയുറപ്പിക്കും. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ദൂരം സഞ്ചരിക്കാനും കഴിയില്ല. എന്തായാലും ആദ്യ ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബൂസ്റ്റർ ഡോസായിട്ട് ഒരുപക്ഷെ ആന മയങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഒരു 1-2 ഡോസുകൾ, കഴിഞ്ഞ തവണ 3 ഡോസാണ് കൊടുത്തത്. ഇത്തവണ ആ 3 ഡോസിലേക്കൊന്നും എന്തായാലും പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. എന്തായാലും അടുത്ത സമയത്തിനുള്ളിൽ തന്നെ ബാക്കി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതായത് ഇപ്പോൾ ആദ്യ ഡോസ് നൽകിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും നമുക്ക് കൃത്യമായ വിവരം നൽകുന്നുണ്ട്. അതായത് കൃത്യം ആനയെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നോക്കാം, അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ അവിടേക്ക് എത്തിക്കാൻ കഴിയും. അതായത് ആനയെ കൂടുതൽ അല്പസമയത്തിനകം തന്നെ ആനയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിരുന്നു. കഴിഞ്ഞ തവണ 3 ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ആദ്യ ഡോസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആന മയങ്ങാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് ദൗത്യം, ആനയെ കോടനാട് മാറ്റുന്നതടക്കമുള്ള കുങ്കിയാനകളെ വെച്ചുകൊണ്ട് ആനയെ ലോറിയിലേക്ക് കയറ്റുന്നതടക്കമുള്ള ശ്രമങ്ങളൊക്കെ ഇനിയിപ്പോൾ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ദൗത്യം നീങ്ങുന്നത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ വെല്ലുവിളികളോ ഇല്ലാതെ തന്നെ മയക്കുവെടി വെക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടെ ഒരു ആന ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഈ ദൗത്യത്തിന് തടസ്സമായിട്ടില്ല. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജനുവരി 24-ന് ആനയ്ക്ക് മയക്കുവെടി വെച്ചുകൊണ്ട് ഒരു പ്രാഥമിക ചികിത്സ നടത്തിയിരുന്നെങ്കിൽ പോലും അവിടെ വെച്ച് തന്നെ ചികിത്സ ചെയ്ത് ഈ മുറിവുകളൊക്കെ മരുന്ന് വെച്ചെങ്കിലും പോലും അത് പിന്നീട് ഭേദമാകാത്ത സാഹചര്യം, കൂടുതൽ മുറിവ് പഴുക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടുകൂടിയാണ് രണ്ടാം ദൗത്യത്തിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ആനയ്ക്ക് കൃത്യമായി ചികിത്സ കൊടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് വനം വകുപ്പ്. ആന ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുന്നത് കാരണം ആന ഇടയ്ക്കിടയ്ക്ക് മണ്ണ് വാരി മുറിവിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് പോലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ആനയ്ക്ക് കൃത്യമായി ചികിത്സ കൊടുക്കുക, അതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന ഒരു ദൗത്യത്തിലേക്കാണ് വനം വകുപ്പ് കടക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി തുടർ സംഭവ വികാസങ്ങൾ, അത് ആനയെ കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ആനയും കൊണ്ടുപോകുന്നത്. നേരത്തെ PT7 അടക്കം അവിടെ ചികിത്സ നൽകിയിരുന്നു, കൊണ്ടുപോയി അവിടെ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ തന്നെ ഈ ആനയെ ചികിത്സിക്കാനുള്ള കൂട് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ വനം വകുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആനയെ അവിടെ നിന്ന് കോടനാടേക്ക് കൊണ്ടുപോവുക എന്നുള്ള ദൗത്യമാണ് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് ആനയ്ക്ക് കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഈ ആദ്യ മയക്കുവെടി അത്ര അധികം നേരം നീണ്ടു നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസ് ആവശ്യമായി വരും. ഒപ്പം തന്നെ 3 കുങ്കിയാനകൾ, ഈ ആനയെ എത്തിക്കാനുള്ള ശ്രമത്തിൽ 3 കുങ്കിയാനകളും കൂടി സഹായത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടെ തന്നെയായിരിക്കും ആനയെ കോടനാടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുക.